ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനേ ഇതിലും ബെസ്റ്റ് വേറൊന്നില്ല. നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ ഫുഡ് വേസ്റ്റും പച്ചക്കറിയുടെ കട്ട് പോർഷൻസും എല്ലാം ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസായിട്ട് വരുവാണ്. കിച്ചണിൽ കുക്ക് ചെയ്യാനായിട്ട് നല്ലൊരു പോർഷൻ ഗ്യാസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഈ ബയോഗ്യാസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് കോഴി വളർത്താനും പറ്റുന്നത്. ഡ്രൈഡായിട്ടുള്ള ഒരു സാധനം ഇതിനകത്ത് ഇടാൻ പാടില്ല. ഈവൻ കിച്ചൺ വേസ്റ്റ് ആണെങ്കിലും ഫുഡ് വേസ്റ്റ് ആണെങ്കിലും കോഴിയുടെ വേസ്റ്റ് ആണെങ്കിലും എല്ലാം വെള്ളവുമായിട്ട് നല്ല രീതിയിൽ മിക്സാക്കി തന്നെ വേണം ഇതിലേക്ക് നമ്മൾ ഇൻപുട്ടിലേക്ക് ഇടാനായിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ പ്രോപ്പർ ഡൈജഷൻ നടക്കത്തുള്ളൂ, എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രോപ്പർ മെക്കാനിസത്തിൽ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ട്രിവാൻഡ്രം പോലെയുള്ള സിറ്റിയിൽ ജീവിക്കുന്ന നമ്മൾ ഫേസ് ചെയ്തൊരു വലിയ ഇഷ്യൂ ആണ് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റായിട്ട് അതിന് ഓരോ ഓപ്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹരിതകർമ്മസേന വരും, അവർക്ക് നമ്മൾ പെയ്ഡാണ്. അത് ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വരും. പിന്നെ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് എല്ലാ ആഴ്ചയും വരും. സോ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തു നിന്നുള്ള ഹരിതകർമ്മസേന എല്ലാ ദിവസവും വന്ന് ഫുഡ് വേസ്റ്റ് എടുക്കും. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ അവർ ആഴ്ച ഒരു ദിവസം വരികയും ചെയ്യും. പക്ഷേ ഇതെല്ലാം പെയ്ഡ് സർവീസസ് ആണ്. ഞങ്ങൾക്കിവിടെ രാവിലെ ഒരു 1 ഹവറും വൈകിട്ടൊരു 1 ഹവറും ഒരു 2 ഹവേഴ്സിനുള്ള ഗ്യാസ് കിട്ടും. പിന്നെ അതിന് കാരണം നമ്മുടെ ഈ കോഴികളാണ്. ഈ ബയോഗ്യാസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് കോഴിയെ വളർത്താനും പറ്റുന്നത്. ഒരു 1 ടൈം പേയ്മെൻറ്റ് മുടക്കി ഇങ്ങനൊരു സാധനം വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഈ പ്രോബ്ലം എല്ലാം ഓൾമോസ്റ്റ് സോൾവ് ആക്കാൻ പറ്റും. പിന്നെ പ്ലാസ്റ്റിക് നമുക്ക് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അവരെ തന്നെ ആശ്രയിച്ചേ പറ്റൂ. ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനേ ഇതിലും പറ്റിയ വേറൊരു സാധനമില്ല. നമ്മളുടെ ഡെയിലി ഉള്ള ഫുഡ് വേസ്റ്റ്, കിച്ചൺ വേസ്റ്റും പച്ചക്കറിയുടെ കട്ട് പോർഷൻസും ഇതെല്ലാം നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഗ്യാസായിട്ട് വരികയാണ്. അപ്പോൾ നമുക്കത് കുക്കിംഗ് ഗ്യാസ് കിട്ടുക. നമ്മൾ വെറുതെ കളയുന്ന സാധനത്തിനെ നമ്മളൊരു യൂസ്ഫുൾ സാധനമാക്കി കൺവേർട്ട് ചെയ്യുകയാണ്. കൂടെയോ സ്ലറി കിട്ടും. ആ സ്ലറിയോ നമ്മുടെ പച്ചക്കറികൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ഡ്രമ്മ്. ഈ പ്ലോട്ട് ചെയ്ത് കിടക്കുന്നതിനകത്ത് ഗ്യാസ് ഉണ്ട്. അപ്പം ഇത് ഇത്ര കൂടെ മുകളിലേക്ക് പോകും, അത്രയും ഗ്യാസ് നിറഞ്ഞു. ഇതിപ്പം നമ്മളുടെ ഹാഫ് യൂസ്ഡ് ആണ്. ഈ മൂവ് ചെയ്യുന്ന ഡ്രം ഉണ്ടല്ലോ, ഇതിൽ നിറച്ച് ഗ്യാസാണ്. ഇത് കംപ്ലീറ്റ് ഫില്ലാകുമ്പോൾ ഈ ഡ്രമ്മ് ഇത്രത്തോളം പൊങ്ങി വരും. ഇതിപ്പം നമ്മൾ ഹാഫ് യൂസ്ഡ് ആണ്. ഇനിയും നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡ്രമ്മിനകത്ത് വന്ന് നിൽക്കും. എത്രത്തോളം വേസ്റ്റ് നമ്മൾ ഈ ഡ്രമ്മിലേക്ക് ഇടുന്നോ അത്രത്തോളം നമുക്ക് ഗ്യാസ് പ്രൊഡക്ഷനും കിട്ടും. അപ്പോൾ ഗ്യാസിന് ഇവിടെ ഒരു ക്ഷാമം വരില്ല. നമുക്ക് ഗ്യാസ് കുറവാന്ന് തോന്നുമ്പോൾ കുറേ വേസ്റ്റ് കൊണ്ടുവന്ന് നമ്മളിതിൽ ഡിസ്പോസ് ചെയ്താൽ മതി. അപ്പോൾ അത് ഗ്യാസായിട്ട് തിരിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ ഏത് വേസ്റ്റ് ഇട്ടാലും അതിൽ നിരക്ക വെള്ളം വേണം. വെള്ളമില്ലാതെ ഒരു സാധനം പോലും നമ്മൾ ഈ പ്ലാന്റിലേക്ക് ഇടാൻ പാടില്ല. അപ്പോൾ ഇത് ഇന്നലത്തെ നമ്മുടെ കുറച്ച് പഴത്തൊലിയൊക്കെയാണ്. ഇങ്ങനെ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലെയാണ് ഇടുന്നത്. സോ ഇതുവഴി നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ നമുക്ക് അതുവഴി സ്ലറി വരും. ആ സ്ലറിയാണ് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇൻപുട്ട് നമുക്ക് 2 എണ്ണം ഉണ്ട്. ഇങ്ങനൊരു ടീ ജോയിൻ്റ് കൊടുത്ത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലെ നമ്മുടെ ഫുഡ് വേസ്റ്റ് വരും, ഇതിലെ നമ്മുടെ കോഴിക്കൂട്ടിൽ നിന്നുള്ള വേസ്റ്റ്. ഈ അടിയിലത്തെ ഡ്രമ്മിൻ്റെ ഒരു 1/3 ഡ്രം കൂടെ നമ്മുടെ മണ്ണിനടിയിലേക്ക് കുഴിച്ചിട്ടിട്ടുണ്ട്. അവിടെയാണ് ഇത് ഫേമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു ടാർ വീപ്പയുടെ അത്രയും സൈസേ ഉള്ളൂ. ഇത്രയും മണ്ണുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനൊരു ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ സ്ലറി താഴേക്ക് വരുന്നത് ഒരു ത്രൂ ഔട്ട് പ്രോസസ്സാണ്. ഈ ഡൈജഷൻ നടക്കുന്നതനുസരിച്ച് വെള്ളം താഴേക്ക് വരും. അതാണ് നമ്മൾ ഈ ബക്കറ്റിൽ കളക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം വൃത്തികേടാകും, ഈ സ്ലറി എല്ലാം വീണിട്ട്. സോ ഈ വരുന്ന സ്ലറി നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നത് ഇങ്ങനെ 2 ബക്കറ്റ് വെച്ചാണ്. ഈ പ്ലാന്റിലെ നമ്മുടെ ഫുഡ് വേസ്റ്റും കോഴിയുടെ വേസ്റ്റും ഒക്കെ വന്ന് ചേർന്നിട്ട് അത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്താണ് പ്രോസസ്സിങ് നടക്കുന്നത്. ആ പ്രോസസ്സിങ് നടന്നിട്ട് ഗ്യാസ് ഇതിലേ വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന സ്ലറി. അപ്പോൾ ഇത് കളക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ 2 ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് അതാണ് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിലേ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം, കോഴിയെ വളർത്താം, ഇഷ്ടം പോലെ ഗ്യാസും കിട്ടും.
സോ എല്ലാത്തിനും ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ്. ഇങ്ങനൊരു പ്ലാന്റ് ഉണ്ടെങ്കിലേ നമുക്ക് കോഴി വളർത്താം, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം, ഗ്യാസും കിട്ടും, പച്ചക്കറി നടാം. സോ കോഴി വളർത്തുന്ന വഴി നമുക്ക് ഇഷ്ടം പോലെ മുട്ടയും കിട്ടും. എല്ലാത്തിനും ഒരു നല്ല സൊല്യൂഷനാണിത്. ഈ പ്ലാന്റ് പല സൈസിലും അവൈലബിൾ ആണ്. നമ്മുടെ സ്ഥലവും സൗകര്യവും നോക്കി നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് മേടിക്കാം. പിന്നെ ഇത്രയെങ്കിലും സ്ഥലം വീട്ടിലുള്ളവർ ഇങ്ങനൊരു പ്ലാന്റ് വാങ്ങിച്ച് കുഴിച്ചിട്ടാൽ വളരെ ഉപകാരമായിരിക്കും. ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ കോഴി വളർത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ വേസ്റ്റ് ഡിസ്പോസൽ വലിയൊരു പ്രശ്നമായേനെ. ഈ പച്ചക്കറി വേസ്റ്റിനേക്കാൾ കൂടുതൽ ഗ്യാസ് പ്രൊഡക്ഷൻ കിട്ടുന്നത് നമുക്ക് കോഴിയുടെ കാഷ്ടത്തിൻ്റെ വേസ്റ്റിൽ നിന്നാണ്. അപ്പോൾ രാവിലെ ഒരു 1 ഹവറും ഈവനിങ് ഒരു 1 ഹവറും അങ്ങനെ 2 മണിക്കൂർ ഡെയിലി നമുക്ക് ഗ്യാസ് കിട്ടും. പിന്നെ ഇത് നമ്മളുടേത് അത്ര വലിയ കപ്പാസിറ്റി ഉള്ളതൊന്നുമല്ല. ഇതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഗ്യാസ് പ്രൊഡക്ഷനും കൂടും. അപ്പോൾ അതനുസരിച്ചുള്ള വേസ്റ്റും നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് എല്ലാ വേസ്റ്റും ഒന്നും ഇടാൻ പറ്റില്ല. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡ് പാർട്ടിക്കിൾസ്, ഫുഡ് ഡെബ്രിസ്, അതായത് മുട്ടത്തോട്, ഉള്ളിത്തൊലി, ഓറഞ്ച് തൊലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ പ്ലാന്റിനകത്ത് ഡൈജഷൻ നടക്കില്ല. അതൊന്നും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതിന് നമ്മൾക്ക് വേറെ പൈപ്പ് കമ്പോസ്റ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഏതൊരു സാധനത്തിനെ പോലെയാണെങ്കിലും ഇതിനും മെയിൻ്റനൻസ് ആവശ്യമാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും ഫുഡ് വേസ്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ കോഴിയുടെ വേസ്റ്റ് ഇടുമ്പോൾ വെള്ളത്തോടു കൂടി മാത്രമേ ഇതിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുള്ളൂ. ഡ്രൈഡ് ആയിട്ടുള്ള ഒരു സാധനം ഇതിനകത്ത് ഡൈജഷൻ നടക്കില്ല. ശരിക്കും പറഞ്ഞാലേ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ കോഴി വളർത്തൽ നടക്കുന്നതും പച്ചക്കറി വളർത്തൽ നടക്കുന്നതും നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് എല്ലാം നല്ലപോലെ പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതും എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഓരോ വീടുകൾക്കും അത്യാവശ്യം വേണ്ട ഒരു സാധനം തന്നെയാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ്. പിന്നെ ഇതിൽ നിന്ന് വരുന്ന സ്ലറിയെ അത് നമ്മൾ ഡയറക്റ്റായിട്ട് പച്ചക്കറികൾക്ക് ഒഴിക്കില്ല. കാരണം കോഴിക്കാഷ്ടം കൂടെ ചേർന്ന സ്ലറിയാണ്. അപ്പം നല്ല വീര്യമാണ്. അതിനെ നമ്മൾ നല്ലതുപോലെ വെള്ളത്തിൽ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് മാത്രമാണ് നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നമ്മളുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനം തന്നെയാണ് ഇങ്ങനൊരു പ്ലാന്റ്. അപ്പം നമ്മുടെ ഫുഡ് വേസ്റ്റും ബാക്കി എന്ത് വേസ്റ്റ് വന്നാലും, കിച്ചണിലെ വെജിറ്റബിൾ കട്ടിൻ്റെ വേസ്റ്റ് ആണെങ്കിലും ഫുഡ് വേസ്റ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ അതിനെ മറ്റൊന്നാക്കി യൂസ് ചെയ്യുകയാണ്. അതായത് ഇവിടുന്ന് വരുന്ന ഫുഡ് വേസ്റ്റ് നമ്മൾ ഗ്യാസാക്കി എടുക്കുകയാണ്. അതും നമ്മുടെ കിച്ചണിലെ കുക്കിംഗ് ഗ്യാസാക്കി. പിന്നെ ഇതിനകത്ത് ഒരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറയാൻ എനിക്കൊന്നും കാണാനില്ല. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ കോഴി വളർത്താൻ പറ്റുന്നത്. അതുകൊണ്ട് എന്താ, നമുക്ക് കോഴിയുടെ മുട്ട കിട്ടും, പിന്നെ ഗ്യാസ് കിട്ടും, പിന്നെ നമുക്ക് നല്ല സ്ലറിയും കിട്ടും. ഒരു സാധനം പോലും നമ്മൾ വെറുതെ കളയുന്നില്ല, എല്ലാം നമ്മൾ യൂസ് ചെയ്യുവാണ്.